ഹായ് ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊറോട്ടയും ചിക്കൻ റോസ്റ്റും മേടിക്കണം എന്നുള്ള ഒരു ഒറ്റ മൈൻഡ് സെറ്റ്. പിന്നെ നോക്കില്ല, വണ്ടിയുടെ താക്കോലെടുത്ത് നമ്മൾ റോഡിലോട്ട് കയറി. നമ്മളറിയാവുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട്, അവിടുത്തെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ വണ്ടി എടുത്ത് ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊന്ന് ഫ്രീക്കായി വന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. വണ്ടിക്കകത്ത് പെട്രോൾ ഇല്ല. ഇനി പെട്രോൾ അടിച്ചിട്ട് വേണം നമ്മുടെ ദൗത്യം വിജയിപ്പിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഒറ്റ മൈൻഡ് നേരെ ഇനി പമ്പിൽ പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് നമ്മുടെ ദൗത്യം വിജയിപ്പിക്കാം. പിന്നെ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കും ഇല്ല, കാര്യങ്ങളും ഒന്നുമില്ല. വൈകുന്നേരം ആയതുകൊണ്ട് സ്കൂൾ ബസ്സിൻ്റെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ വീഡിയോയും പിടിക്കാൻ പറ്റും. തിരക്കുള്ള സമയത്ത് വീഡിയോ പിടിക്കുന്നത് ഇച്ചിരി ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പിടിച്ച് നമ്മൾ ലാസ്റ്റ് നമ്മുടെ പമ്പിലോട്ട് വന്നിട്ടുണ്ട്. പമ്പിൽ വന്നപ്പോഴത്തേനും ഭയങ്കരം തിരക്ക്. പിന്നെ കുറേ നേരം കാത്തിരുന്ന് നമ്മുടെ പെട്രോളും അടിച്ച് കിട്ടി. നമ്മൾ പൈസയും കൊടുത്ത് നേരെ ഹോട്ടലിലോട്ട് നമ്മുടെ ദൗത്യം പൂർത്തിയാക്കണമല്ലോ. നമ്മൾ നേരെ ഹോട്ടലിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് നല്ല രീതിക്ക് മഴയും പെയ്തു. മഴയത്ത് വണ്ടി ഓടിക്കുന്ന വേറൊരു വൈബാണല്ലോ. അത് പിന്നെ നമുക്ക് ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് വേറൊരു വൈബ് തന്നെ. അങ്ങനെ നമ്മൾ അവസാനം നമ്മൾ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇറങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയാണ്, പനി പിടിച്ച് കിടന്നു പോകും. കുറച്ച് നേരം മഴയൊക്കെ തോർന്ന് വെളിയിറങ്ങി കുടന്ന് നിർത്താൻ നോക്കിയിട്ട് ദേണ്ടടാ നിവരുന്നില്ല. ലാസ്റ്റ് ഞാൻ കുടയെടുത്ത് വണ്ടിയിലോട്ട് വെച്ചിട്ട് നേരെ ഹോട്ടലിൽ കയറി ചെന്നിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പുള്ളിയോട് അങ്ങ് പറഞ്ഞു. എല്ലാം ഒന്ന് പാഴ്സൽ ചെയ്തേക്കാൻ പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ വെളിയിലത്തെ ചായയുടെ കൂടെ കഴിക്കുന്ന കടികൾ. ഇതൊന്നും നമുക്ക് എന്തായാലും ഇത് നമ്മുടെ ടാർഗറ്റിൽ ഇല്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയിലേക്ക് കൊണ്ടുവച്ചു. അപ്പോഴാണ് ഒരു ലൈം ജ്യൂസ് 2-3 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ലേറ്റ് ആവും. അതും കാത്തിരിക്കുകയാണ് നമ്മുടെ ആദിക്കുട്ടൻ. അപ്പോഴത്തേനും ഞാനും അത് തന്നെ കാത്തിരിക്കുകയാണ്. ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പോലീസുകാർ വന്നിട്ട് അപ്പുറത്ത് നമ്മൾ മേടിച്ച സ്ഥലത്തുനിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ കയറി. അങ്ങനെ ലാസ്റ്റ് ആ സമയത്തിന് നമ്മുടെ ലൈം ജ്യൂസും കിട്ടി. നമ്മൾ നേരെ വീട്ടിലോട്ട് നല്ല പോലെ ഇരുട്ടായി. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ വന്ന് ഡൈനിങ് ടേബിളെ കൊണ്ട് ഈ പാഴ്സൽ വെച്ച് കഴിഞ്ഞ് ഒന്ന് കൈ കഴുകി തിരിച്ച് വന്നപ്പോൾ എല്ലാം പ്ലേറ്റിൽ. ഇനി നമ്മുടെ അടുത്ത ദൗത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കൊണ്ടുവരുന്ന ദൗത്യം നമ്മുടെ കഴിഞ്ഞ് ഇനി അടുത്ത ദൗത്യം കഴിക്കുക എന്നുള്ളതാണ്. അപ്പം കഴിക്കാനായിട്ട് കൈയെല്ലാം കഴുകുന്നു. ഞങ്ങൾ കഴിക്കാനുള്ള ദൗത്യത്തിലേക്ക് കടന്നു. ഞങ്ങളുടെ ആദിക്കുട്ടൻ ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അത്യാവശ്യം കഴിച്ചു. ഞങ്ങൾക്ക് എന്തായാലും സംഭവം അടിപൊളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്